ബാദ്ഷാ, പറഞ്ഞിരുന്ന പണി എന്തായി? ജാനകിയെ കണ്ടു. എത്രയും വേഗം കാര്യങ്ങൾ നടക്കും. സാധുബായുടെ ആളുകൾ നിന്നെ തേടി ഇറ്റലിയിൽ വന്നിട്ടുണ്ട്. ഡോണ്ട് വറി, നിങ്ങൾ അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. അതെന്തിനാ നിങ്ങൾ വയലന്റ് ആയത്? പുറകിൽ നിന്ന് കൈവച്ചാൽ എൻ്റെ റിയാക്ഷൻ എപ്പോഴും വയലന്റ് ആയിരിക്കും. മീറ്റ് ദി സ്റ്റാർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ചെകുത്താന്റെ ദോസ്ത്, ഹിംസ എന്റെ ഹോബി, ബ്ലഡ് റെവല്യൂഷൻ, രക്തം കുടിക്കുന്ന മനുഷ്യൻ, മാറി നിൽക്ക് മതിലടിയും, കിടന്ന പായ കാണാനില്ല തുടങ്ങിയ ഹിംസാത്മക ചിത്രങ്ങളുടെ സൃഷ്ടാവ് റിവഞ്ച് നാരായണത്ത് രാജുവിനോടുള്ള മുഖാമുഖം. നാരായണത്ത് രാജു സാർ, നമസ്കാരം. സ്റ്റോറി ഡിസ്കഷന് ഷാജി കൈലാസ് സാർ കുമരകം പോലുള്ള റിസോർട്ടിലേക്ക് പോവാറുണ്ട്. മേജർ രവി സാർ ചെന്നൈയിലേക്കാണ് പോവാറുള്ളത്. താങ്കൾ എവിടേക്കാണ് പോവാറ്? കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. യെസ്, ഞാൻ സ്റ്റോറി ഡിസ്കഷൻ ക്രിമിനൽസിനോടാണ് നടത്താറ്. അതെന്താ ഡയറക്ടർ റൈറ്റേഴ്സിനെ കൂടെ പോവാതെ ക്രിമിനൽസിനെ കൂടെ നടത്തുന്നത്? എനിക്ക് റൈറ്റേഴ്സ് സിങ്ക് ആവില്ല, ക്രിമിനൽസെ കണക്ട് ആവും. നിങ്ങളുടെ പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഹീറോയിൻസിനോട് നിങ്ങൾക്ക് അഫേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. ഓഫ് ദ സ്ക്രീൻ ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയാലേ ഓൺ ദ സ്ക്രീൻ ഹീറോ ഹീറോയിൻ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവും. സർ, ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയാറുണ്ടല്ലോ. അതൊരു നോൺസെൻസാ. എന്റെ ദൃഷ്ടിയിൽ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പോ, ഡ്രൈവർ ഓഫ് ദ ടാക്സിയോ, പൈലറ്റ് ഓഫ് ദ പ്ലെയിനോ, ഓണർ ഓഫ് ദ ബ്രാൻഡ് ഷാപ്പോ അല്ല, കള്ളൻ. കള്ളനോ? തന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് അടിച്ചെടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന പെരും കള്ളൻ. വളരെ നല്ല റിപ്ലൈ. റീസെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത കത്തിക്കുത്തുന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടർ മാഫിയ ഡോൺ ക്രേസി റോബർട്ടിനെ പോലുണ്ടെന്ന് പറയുന്നു, ശരിയാണോ? എന്നാൽ സിനിമയിൽ നിങ്ങൾ അയാളെ കുറിച്ച് കാണിച്ചതൊക്കെ നിങ്ങളുടെ മുന്നിൽ ക്രേസി റോബർട്ട് ഒരു ഡോണാ. പക്ഷെ എന്റെ റിസർച്ചിൽ എന്താ തെളിഞ്ഞെന്നറിയോ? ഒരു ബഫൂണാണെന്ന്. ബ്രോക്കർ, ജോക്കർ, ലോഫർ, ഡാഫർ. ആക്ച്വലി ആദ്യം അവന് വയസ്സൻ ഡോണുകൾക്ക് കാലുതിരുമലായിരുന്നില്ലേ ജോലി. എല്ലാ കഴുതിക്കും ഒരു നല്ല കാലം വരുന്നത് പോലെ ഈ തെണ്ടിക്കൊരു ടൈം വന്നു. അങ്ങനെ ഡോങ്കി ഡോണായി. അയാളുടെ അടുത്ത് നിങ്ങൾക്ക് ത്രട്ടനിങ് കോളൊന്നും വന്നില്ലേ? ഒരു ദിവസം ഫോൺ ചെയ്ത് നിങ്ങൾക്ക് 4 കോടി തരാം, ഇനി എന്നെ നാട്ടിക്കില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ വല്ല രാം ഗോപാലവർമ്മയോടും പറയാൻ പറഞ്ഞു ഞാൻ. അവൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്തു. സാർ, നിങ്ങളുടെ നെക്സ്റ്റ് ഫിലിം ഫുൾ പാരഡൈസ് പാർട്ട് 2. പാർട്ട് 1 ഫ്ലോപ്പ് ആയിരുന്നില്ലേ? അതുകൊണ്ടാ പാർട്ട് 2 കൊടുത്തത്. ഇതും ഫ്ലോപ്പ് ആയാൽ പാർട്ട് 3 കൊടുക്കും. ഓഡിയൻസിനോടുള്ള റിവഞ്ച് ആണല്ലേ? ഇതാണ് റിവഞ്ച് നാരായണത്ത് രാജുവിന്റെ മനോഗതം. ഇദ്ദേഹത്തോട് ഓഡിയൻസിനുള്ള റിവഞ്ചിനായി കാത്തിരിക്കാം. എന്റെ ആൻസർ കേട്ടവൻ ഷോക്കായി കാണും. ഹലോ, ഞാൻ കാശ് കൊടുക്കാനുള്ളതാണ്, ഞാൻ ഇല്ലെന്ന്. ശരി, കൊടുക്കാം സാർ. സാർ, കുഴപ്പമില്ല തോന്നണേ. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ക്രേസി റോബർട്ടാ ഇല്ലെന്ന് പറഞ്ഞേട്ടെ. സാർ, എന്താടാ റോബർട്ടെ തെറ്റി? എന്താടാ എന്ത് തോന്നിവാസം നീ പറയുന്നത്? നിന്റെ അണ്ണാക്കി ഞാൻ വെടിയുണ്ട കയറ്റും. നിർത്തടാ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇറ്റലിയിലായിരിക്കും. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ, നിന്റെ കണ്ണിൽ ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ, ഫ്ലൈറ്റിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്നാ കാണാം. എന്തിനാ സാർ എല്ലാവരോടും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഈ പ്രായത്തിൽ മാഫിയക്കാരെ പിണക്കണോ? എടാ, മാഫിയ എന്ന് പറഞ്ഞ അണ്ടർവേൾഡ്. താഴെ കിടക്കുന്നവനാണെന്ന്. താഴെ കിടക്കുന്നവരൊന്നും എനിക്ക് പേടിയില്ല. മുകളിലുള്ളവരോ എനിക്ക് ബഹുമാനമില്ല. അടുത്ത് നിൽക്കുന്നവരെ കാണാൻ ഇഷ്ടമല്ല. ടൈമിംഗ് അടിപൊളിയായില്ലേ? ട്വിറ്ററിലിട്ടേക്ക്. മോളെ ജാനകി, മോളെ ഇന്ത്യയിൽ നിന്ന് റിവഞ്ച് നാരായണത്ത് രാജു എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നിട്ടുണ്ട്. അയാൾക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ? നോ പ്രോബ്ലം അലേച്ചാ, ഞാൻ മാനേജ് ചെയ്തോളാം. ദാസ് ലേറ്റ് ആവുന്നു. മാഡം വിളിച്ചിരുന്നു പുറത്തു പോകാൻ. അതെ വരുന്നടാ. ആ റിലേ പോയ പെണ്ണുമ്പിളോട് കൂടെ പണിയെടുക്കാൻ വലിയ പ്രയാസമാടാ. പ്രയാസമുള്ളത് അച്ചീവ് ചെയ്യാനൊരു സുഖമല്ലേ? സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ ഈ സിനിമാക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന എന്തിനാ? രാംരാജ്, ഇവിടെ വന്നതിൽ എന്റെ സ്വാർത്ഥതയും കൂടിയുണ്ട്. മാഡത്തിന് സ്വാർത്ഥതയോ? ഞാൻ വിശ്വസിക്കില്ല. പേഴ്സണൽ സ്വാർത്ഥതയല്ല, സോഷ്യൽ സ്വാർത്ഥത. സൗണ്ടിങ് നന്നായിട്ടുണ്ട്. മീനിങ് എന്താ മാം? ഒന്നുമില്ലെന്നേ. ഈ ഡയറക്ടർ ട്വിറ്ററിലിടുന്ന ട്വീറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. മൊത്തം ഇറാഡിക്കൽസാ. ഇയാൾക്ക് സ്ത്രീകളോട് റെസ്പെക്ട് ഇല്ല, പിള്ളേരോട് സ്നേഹമില്ല, സമൂഹത്തോട് ബാധ്യതയില്ല. സെക്സ്, വയലൻസ്, ബ്രൂട്ടലിറ്റി, ക്രൂവൽറ്റി, ഇതൊക്കെയാ. അതുകൊണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഫിലോസഫിയുടെ ഒരു പടം എടുപ്പിച്ച് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. എന്തെന്നാൽ സിനിമ എന്നത് പവർഫുൾ മീഡിയമാണ്. ശരിയാ. പണ്ട് കുറെ ആളുകൾ സാഗര സംഗമം കണ്ട് ഭരതനാട്യം പഠിച്ചു. വേറെ ചില ശങ്കരാഭരണം കണ്ട് മ്യൂസിക്, ഇടുക്കി ഗോൾഡ് കണ്ട് കഞ്ചാവ് കൃഷി പഠിച്ചു. മിണ്ടാതിരിക്കെ. ഇതൊക്കെ ബാഡ് കമ്പാരിസണാ. ഡയറക്ടർ വരുന്നുണ്ട്. എടാ സൂര്യ, ആ കോർഡിനേറ്റർ ഗോപിയോട് ചോദിക്കും ഇതുവരെ നടക്കുമെന്ന്. ഓക്കേ സാർ. ഗുഡ് മോർണിംഗ് സർ. ഗോപി സർ പറഞ്ഞു. അവൻ എവിടെയാ? സർ ആക്ച്വലി ചത്തുപോയോ? ഇല്ല സർ, അദ്ദേഹത്തിന് വേറെ പണിയുള്ള കാരണം ഞങ്ങളെ അയച്ചത്. അവനും 2 അസിസ്റ്റൻസോ? സർ, ഇരുന്നിട്ട് കൂളായിട്ട് സംസാരിക്കാലോ. സർ, ഇതാണ് മിലാൻ ലൊക്കേഷൻ. എടാ, ആ മഹേഷ് പണ്ഡിറ്റിന്റെ പടം റിലീസായിട്ട് എന്തായി? 8 നിലയിൽ പൂട്ടി സാർ. കാണാൻ വന്നൊരു കസേര കുത്തി കയറി. അവര് പിടിച്ചു വെച്ചു ഹീറോയും പ്രൊഡ്യൂസറെ. ഹലോ. ആ ബാബു, ഞാൻ റിവഞ്ച് നാരായണത്ത് രാജു സംസാരിക്കുന്നത്. എന്താ നാരായണത്ത് രാജ്? എന്റെ സിനിമ കണ്ടോ? നിങ്ങളൊന്ന് അഭിനന്ദിക്കാനാ വിളിച്ചത്. പടം സൂപ്പർ ഹിറ്റ് അല്ലേ? എന്ത്? ബയേഴ്സും എക്സിബിറ്റേഴ്സും ദൈവത്തിന്റെ ഫോട്ടോ മാറ്റിയപ്പോ നിങ്ങളുടെ ഫോട്ടോ വെച്ചാ പൂജിക്കുന്നത്. നേരോ? സർ, നിങ്ങൾ പറഞ്ഞ സിറ്റുവേഷന് ഈ ലൊക്കേഷൻ ആപ്റ്റാണോ? പറഞ്ഞ സിറ്റുവേഷൻ ഇവിടെ ഏത് ലൊക്കേഷൻ ആയാലും അധികം. എടോ സൂര്യ,
റെക്കോർഡ് ചെയ്തോളൂ. ഫ്രെയിം വെച്ചാൽ 10 റൗഡികൾ പേ പിടിച്ച നായ്ക്കളെ പോലെ ഓടി വരുന്നു. എന്താടാ സൂര്യ വിഷ്വൽസ് കണ്ണിലേക്ക് ഇടിച്ചു കയറുന്നത്? ഇന്നലെ അടിച്ചെന്റെ കെട്ടുവിട്ടില്ലേ അവരിങ്ങോട്ടാ വരുന്നേ. രാംരാജ്, ആഞ്ഞെറിഞ്ഞ പന്ത് അതേപടി തിരിച്ചു വരാറില്ലേ? പണ്ട് ടൂറിന് വന്നൊരു ഗ്യാങ്ങിനെ നമ്മൾ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ? പക വീട്ടാൻ വേണ്ടി അവരിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുക. നോ, അവര് വരുന്നത് എന്നെ തേടിയാ. ഇത്ര ക്രേസി ആയി അവര് വരണമെന്നുണ്ടെങ്കിൽ ആ ക്രേസി റോബോട്ട് അയച്ചതായിരിക്കും. നോ, അവര് വരുന്നത് എന്നെ തേടിയാ. അല്ല, എന്നെ തേടിയാ. എന്നെ തേടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല എന്നെ തേടിയാ. നിങ്ങളുടെ വഴക്ക് അവരുടെ കൈ കെട്ടി ശരിയാക്കും നിങ്ങളെ. വാ. നിക്ക്. എടാ, ഇതിലെ കുറുക്കുവഴിയുണ്ട്. നമുക്ക് ഇതിലെ അവരാ. പോവാം. നമ്മൾ എന്തിനാ ഓടുന്നേ? കൈ കെട്ടിയ കൊന്നുകളയോ അവര്. നിങ്ങൾ ചാവാൻ തയ്യാറായതല്ലേ? അറ്റ്ലീസ്റ്റ് അവരൊന്ന് എതിർത്തൂടെ? അതുകൊണ്ടല്ല. എന്തുകൊണ്ടല്ല? അന്ന് മലമുകളിൽ നിന്ന് നിങ്ങൾ ചാടാൻ ഒരുങ്ങിയില്ലേ? അവരെയും കൂടെ പിടിച്ചോണ്ട് ഇപ്പൊ ചാടിയാലെന്താ? ഞാനിങ്ങനെ അവരെ ആ വരുന്നത് റൗഡികളല്ല, നിന്റെ സൈറ ബാനുവിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് വെച്ചു. ഇപ്പൊ അവള് നിനക്ക് ചെയ്ത ദ്രോഹം മൊത്തം ഓർത്തു നോക്ക്. ഇപ്പൊ ബോഡിയിലുള്ള മൊത്തം എനർജിയും കൈമുഷ്ടിയിലേക്ക് കൊണ്ടു. അടിച്ച് ഓരോരുത്തരെയും ബൗണ്ടറി കടത്തുന്ന പന്ത് പോലാക്കണം. ഗോ. ആ റോബോട്ടിന് ഇറ്റലിയിലും നെറ്റ്വർക്ക് ഉണ്ടോ? നിങ്ങൾ എന്ത് വിചാരിച്ചേ? മാഫിയ എന്ന് പറഞ്ഞ വെറുതെയാ? കണ്ടോ എങ്ങനെയുണ്ട്? എടുത്തിട്ട് പൂശല്ലേ മാഡം. എങ്ങനെയുണ്ടെന്ന് നോക്ക് ഏയ് മാഡം. ദാസ്, സോറി. എന്താ മേഡം നിങ്ങളുടെ ഒരു പവർ? നീ അടിച്ചിട്ട് മാഡത്തിന്റെ പവർ. എന്നെ ചതിച്ച സൈറെ പോലും ഞാൻ തല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഇത്രയും പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാ? എല്ലാം മാം തന്ന ഇൻസ്പിറേഷൻ, അവരുടെ വാക്കുകൾ തന്ന മോട്ടിവേഷൻ, മാമിന്റെ പവറുള്ള പ്രൊവോക്കേഷൻ. ഇത് തന്നെയാ സോപ്പ് ഡിലേഷൻ. ഐ എം കൺഫേമിംഗ്. നിങ്ങൾ മനസ്സ് വെച്ചാ ആടുന്ന പാവ ആറ്റം ബോംബാവും. മണ്ണിനെ പൊന്നാക്കി മാറ്റാം. സ്വിമ്മിംഗ് പൂളിൽ സുനാമി വരും. തുമ്മലിൽ നിന്ന് കൊടുങ്കാറ്റുണ്ടാക്കാം. കൈയില്ലാത്തവനെ കുംഫു പഠിപ്പിക്കും. ഊമയെ കൊണ്ട് മിമിക്രിയും ചെയ്യിക്കും. ഇതെന്താ ചേച്ചി, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാതെ പച്ചവെള്ളം പോലും കുടിക്കാത്ത ആള് ഏതോ ഭ്രാന്തിയെ പോലെ ഭക്ഷണം കടിച്ചു കയറി കഴിക്കുന്നത്? ഇനി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ലൈഫിൽ ഇരുന്നു കൊണ്ട് കഴിക്കാനുള്ള അർഹത സമ്പാദിച്ചു. ഏതാണാവോ ലൈഫ് ടൈം അച്ചീവ്മെന്റ്? ഒന്നാണോ രണ്ടാണോ? ചാകാൻ ഇറങ്ങിയ പീറ്ററിനെ ബിസിനസ്സുകാരനാക്കി മാറ്റി. പോക്കറ്റടിക്കാരൻ ജെയിംസിനെ പ്രശസ്തനാക്കി. പാത്രം കഴുകി നടന്ന ദാസിന് ജീവിതം കൊടുത്ത് റൈറ്ററാക്കി. ഇതിലൊക്കെ ഉപരി കുത്തിമലത്താൻ വന്ന റൗഡികളെ കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള രാംരാജിനെ കൊണ്ട് തുരത്തി അടുപ്പിച്ചു. ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ മോട്ടിവേഷൻ. സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോവാ, ഇത്രയും പവർ എനിക്കുള്ളപ്പോ ഞാൻ എന്തിനു ലിമിറ്റഡ് ആവണം? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കാം. എന്താ അത്? അണ്ണ ഹസാര ടൈപ്പിൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. കറണ്ട് കട്ട് അവസാനിപ്പിക്കണം. പെട്രോളിന്റെ വില കുറയ്ക്കണം. മദ്യപാനം അവസാനിപ്പിക്കണം. എന്തിനാ അവസാനിപ്പിക്കുന്നത്? എല്ലാവർക്കും അഹങ്കാരം കൊണ്ടാണ് കണ്ണടയുന്നെങ്കിൽ നിനക്ക് അറിവില്ലായ്മ കൊണ്ടാണ് കണ്ണടയുന്നത്. ആദ്യം അപ്സ്റ്റേറിലെ മദ്യപാനം ഒന്ന് നിർത്തി. എന്താ നിങ്ങൾ എന്നോട് ആ പറയാതിരുന്നത്? ദാസും രാംരാജും ചേച്ചിയെ ചീറ്റ് ചെയ്യാ. ഇപ്പൊ അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഇംപോസിബിൾ. എന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യില്ല. ചെന്ന് നോക്കാം. ദാസേ, ആ ബോസേ, ഇന്നലെ നമ്മൾ അടിച്ച കാറ്റിൽ പന്ത് ബൗൺസ് ആയിട്ടുണ്ടാവും. ഏതായാലും നിന്റെ ബാസ്കറ്റിലൊന്നും വീഴാൻ പോകുന്നില്ല. അതെന്താടാ? ജാനകി മാഡം മദർ തെരേസ ആകുമെന്നല്ലാതെ മിസ്സിസ് രാമരാജനൊന്നും ആകാൻ പോകുന്നില്ല, അത് ഉറപ്പാ. കനക മഹാലക്ഷ്മിയെ പോലെ തോന്നുന്നുണ്ടോ? എടാ, എനിക്ക് മനസ്സിൽ തോന്നിയത് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അതാ എനിക്കും മനസ്സിലാവാത്ത. നിങ്ങൾ എന്റെ ശിഷ്യന്മാരല്ലേ? അത് മാത്രം അറിയാതെ വരുവോ? കറക്റ്റ്. മാഡം
പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്ന് മാത്രം എന്നെ തടയരുത് പ്ലീസ്. എന്തിനാ രാംരാജ് സ്ട്രഗിൾ ആകുന്നേ? പറഞ്ഞോളൂ. അതല്ല മാഡം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ആ ചുരുണ്ട് നീണ്ട മുടി കണ്ട ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അത് അവിടെ? പറയാനുണ്ട് ബോസേ. ആ, ബോസേ കഴുത്ത് കഴുത്ത്. കഴുത്തല്ല, നെക്ക്. ആ നെക്ലസ് റോഡ്. ഇടുപ്പ്. വൾഗറായിട്ട് സംസാരിക്കരുത്. മാംസ പുഷ്പമാടാ അത്. ആളെ ശരിക്കും കയ്യിലെടുത്തു. ഇനി രോമാഞ്ചുണ്ടാവാൻ വേറൊന്നും വേണ്ട. shut up. കവിക്ക് ലോകത്തിലുള്ള ഏതിനെയും ഉപമിക്കാനുള്ള അവകാശമുണ്ട് രാംരാജ്. മാഡം, ആ മനസ്സിലൊരു കവിയുണ്ട്. നിങ്ങളെ വിവാഹം ചെയ്യുന്നത് ആരായാലും ഷീസ് റിയലി ലക്കി. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാ. പ്രസാദം എടുത്തോളൂ. എല്ലാം മംഗളാവും. ബൈ. താങ്ക് യു. ബൈ മാഡം.